സീമയുടെ ജീവിതം ഒരു കാലത്ത് വളരെ മനോഹരമായിരുന്നു. ഒരു ഇടത്തരം കുടുംബത്തിലാണ് അവൾ വളർന്നത്. കുട്ടിക്കാലം മുതൽ എപ്പോഴും ചിരിക്കുന്ന അവളുടെ നിഷ്കളങ്കത എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. സീമയുടെ മൂത്ത സഹോദരൻ റോഹൻ അവളേക്കാൾ 5 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് എല്ലാ കുസൃതികളിലും അവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. മഴയിൽ അവൾ നനഞ്ഞാൽ അമ്മയുടെ ശകാരത്തിൽ നിന്ന് അവളെ സംരക്ഷിക്കാൻ അവൻ മുന്നിൽ നിൽക്കുമായിരുന്നു. ഉത്സവകാലങ്ങളിൽ അവന് കിട്ടുന്ന പോക്കറ്റ് മണി ഉപയോഗിച്ച് സീമയ്ക്ക് അവൾ പറയുന്ന എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കുമായിരുന്നു. രണ്ടുപേരും വലുതായപ്പോഴും സീമയ്ക്ക് രോഹൻ ഒരു ചേട്ടൻ മാത്രമായിരുന്നില്ല, എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ കൂടിയായിരുന്നു. സീമയ്ക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അത് ആദ്യം പറയുന്നത് രോഹനോടായിരിക്കും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ അച്ഛനും അമ്മയും ഒരു റോഡ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടപ്പോൾ ചേട്ടൻ്റെയും അനുജത്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അത്. മാതാപിതാക്കളുടെ മരണശേഷം റോഹൻ ആ വീട്ടിൻ്റെ മുഴുവൻ ചുമതലയും ഏറ്റെടുത്തു. റോഹൻ സീമയ്ക്ക് ഒരു പിതാവിനെ പോലെയായി. ഈ സമയത്ത് റോഹൻ നഗരത്തിലെ താമസിച്ചിരുന്ന മീനയെ വിവാഹം കഴിച്ചു. മീന ഒരു കമ്പനിയിൽ ഉയർന്ന ജോലി ചെയ്യുന്ന ആധുനിക ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. മീനയുടെ വരവോടുകൂടി വീണ്ടും പഴയതുപോലെ സന്തോഷമൊക്കെ വരുമെന്ന് സീമ കരുതിയിരുന്നു. എങ്കിലും സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ആ സമയത്ത് സീമയ്ക്ക് നല്ല ഒരു വിവാഹാലോചന വന്നു. വിവേക് നല്ല ഒരു ചെറുപ്പക്കാരനായിരുന്നു. മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ മാനേജരായി ജോലി ചെയ്യുന്നു. വിവാഹ ദിനത്തിൽ റോഹൻ സഹോദരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ, നിനക്ക് എപ്പോഴെങ്കിലും എൻ്റെ സഹായം വേണമെങ്കിൽ തുറന്നു പറയണം. എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്താം. വിവാഹത്തിന് ശേഷമുള്ള ജീവിതം ആദ്യം വളരെ മനോഹരമായി സീമയ്ക്ക് തോന്നി. എന്നാൽ പിന്നീട് സീമയ്ക്ക് മനസ്സിലായി, തന്നെ എപ്പോഴും ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന വിവേകിൻ്റെ മാതാപിതാക്കളോടും സഹോദരികളുമോടാണ് വിവേകിന് സ്നേഹമെന്ന്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും സീമ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണമായിരുന്നു. അമ്മായിയമ്മയുടെയും നാത്തൂൻ്റെയും ദ്രോഹങ്ങൾ ഒരു നിത്യസംഭവമായി മാറി. ആദ്യമൊക്കെ സീമ അതെല്ലാം സഹിച്ചു. പതുക്കെ പതുക്കെ എല്ലാം ശരിയാകുമെന്ന് അവൾ വിശ്വസിച്ചു. ഇതൊന്നും തന്നെ സീമ തൻ്റെ സഹോദരനെ അറിയിച്ചിരുന്നില്ല. കാരണം കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമെന്ന ഒരു വിശ്വാസം അവളിലുണ്ടായിരുന്നു. എന്നാൽ വിവേക് തൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും വാക്കുകൾ കേട്ട് സീമയെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ആദ്യമായി വിവേക് സീമയെ അടിച്ചപ്പോൾ ജീവിതത്തിൽ തൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായതുപോലെ സീമയ്ക്ക് തോന്നി. മണിക്കൂറുകളോളം അവൾ ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞു. ഉപദ്രവം വീണ്ടും കൂടി വന്നപ്പോൾ അവൾ തൻ്റെ വീട്ടിൽ പോയി. വാതിൽ തുറന്നത് റോഹൻ്റെ ഭാര്യ മീനയായിരുന്നു. അവളുടെ വീർത്ത മുഖവും തല്ലുകൊണ്ടതിൻ്റെ പാടുകളും കണ്ടിട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ മീന ചോദിച്ചു, എന്തുപറ്റി സീമ? നീ എന്താണ് ഇത്ര പെട്ടെന്ന് വന്നത്? എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സീമ പൊട്ടിക്കരഞ്ഞു. ഈ ബഹളം കേട്ടുകൊണ്ടാണ് അകത്തുനിന്ന് റോഹൻ പുറത്തേക്ക് വന്നത്. തൻ്റെ സഹോദരി ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ റോഹൻ ഒരു നിമിഷം നടുങ്ങി. അയാൾ സീമയെ വിളിച്ചു. റോഹൻ അകത്തേക്ക് കൊണ്ടുപോയി. സീമ കണ്ണീരോടെ വിവേകിൻ്റെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും തൻ്റെ സഹോദരനോട് പറഞ്ഞു. ഒടുവിൽ താൻ വിവേകിനെ ഉപേക്ഷിച്ച് വിവാഹമോചനം വാങ്ങി തരണമെന്ന് പറഞ്ഞു. അതുവരെ സ്നേഹത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന റോഹൻ ഈ കാര്യങ്ങൾ കേട്ടതോടെ മീനയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, സീമ, ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നീ തിരികെ പോകണം. ഇത് കേട്ട സീമ ഒരു ഞെട്ടലോടെ തൻ്റെ സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കി. താൻ ഇതിനു മുൻപ് കണ്ട ആളെയല്ല തൻ്റെ സഹോദരൻ എന്ന് സീമയ്ക്ക് തോന്നി. അന്ന് സീമ താനും തൻ്റെ സഹോദരനും കൂടി ഒരുമിച്ച് കളിച്ചുറങ്ങിയ ആ മുറിയിലിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ അയവിറക്കി. ഇപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും തമ്മിൽ ഒരുപാട് അകലമുണ്ടായതുപോലെ അവൾക്ക് തോന്നി. തനിക്ക് ഇനി ഈ ഭൂമിയിൽ ആരും ഇല്ല എന്ന് അവൾ മനസ്സിലായി. വിവാഹമോചനം നേടാൻ തീരുമാനിച്ചതിലൂടെ താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അവൾ സ്വയം ചിന്തിച്ചു. വീണ്ടും ആ വീട്ടിലേക്ക് പോകുന്നത് മരണത്തിന് തുല്യമാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പിറ്റേന്ന് രാവിലെ സീമ ഉറക്കമുണർന്ന് ഹാളിലേക്ക് ചെന്നപ്പോൾ മീനയും റോഹനും കൂടി ശബ്ദം താഴ്ത്തി എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. സീമയെ കണ്ടതും അവർ അത് നിർത്തിക്കളഞ്ഞു. മീന റോഹനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അടുക്കളയിലേക്ക് പോയി. റോഹൻ സീമയെ ഒന്ന് നോക്കി പതുക്കെ പറഞ്ഞു, സീമ, മീനയുടെ ഓഫീസിൽ മീനയ്ക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്കൊരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ നീ വന്ന് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താവും? ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് കരുതും? ഈ ഒരു കാരണം കൊണ്ട് നമുക്ക് എല്ലായിടത്തും നാണക്കേടായിരിക്കും ഉണ്ടാവുക. നിനക്ക് ഈ പ്രശ്നങ്ങൾ മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ട സീമയ്ക്ക് കണ്ണുനീരടക്കാൻ കഴിഞ്ഞില്ല. സമൂഹം എന്തു പറയും? മീനയുടെ പദവി പോകും. അപ്പോൾ എൻ്റെ ജീവിതമോ? അവൾ കണ്ണുനീരോടെ വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ ചേട്ടന് സ്വന്തം പ്രശസ്തിയെക്കുറിച്ച് മാത്രമേ ആശങ്കയുള്ളൂ അല്ലേ?
റോഹൻ മറുപടി ഒന്നും പറഞ്ഞില്ല. മീന അപ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് പറഞ്ഞു, സീമ, നിന്നെ ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. നീ ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത്. നീ ഒന്നുകിൽ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകണം, അല്ല എങ്കിൽ മറ്റെവിടെയെങ്കിലും. ഇവിടെ ഇനി നിൽക്കരുത്. ഇത് കേട്ട സീമ തൻ്റെ സഹോദരൻ്റെ മുഖത്ത് ഇമ വെട്ടാതെ നോക്കി നിന്നു. റോഹൻ മീനയെ ഇങ്ങനെ പറഞ്ഞതിൽ വഴക്ക് പറയുമെന്നും തനിക്ക് വേണ്ടി സംസാരിക്കുമെന്നും സീമ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. റോഹൻ പറഞ്ഞു, മീന പറഞ്ഞത് ശരിയാണ്. നീ ഒരു ഹോസ്റ്റലിൽ താമസിക്കൂ, എന്നിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോകൂ. സാമ്പത്തികമായി നിന്നെ ഞാൻ സഹായിക്കാം. സീമ വേദനയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഭർത്താവ് ഉപേക്ഷിച്ച സഹോദരിക്ക് സഹോദരൻ പണം തന്ന് ഒഴിവാക്കുന്നു അല്ലേ? അവൾ അന്ന് വൈകുന്നേരം തന്നെ തൻ്റെ ചെറിയ ബാഗും എടുത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ ആ അവസ്ഥയിൽ പ്രകൃതി പോലും കരയുന്നതായി അവൾക്ക് തോന്നി. ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് അവൾ ബസ് സ്റ്റോപ്പ് വരെ നടന്നു. അപ്പോൾ ഇതുവരെയുള്ള ജീവിതം ഒരു സിനിമ കാണുന്നത് പോലെ അവളുടെ മുന്നിലൂടെ കടന്നുപോയി. കയ്യിൽ പണമില്ല, ജോലിയില്ല. ഇനി എങ്ങനെ താൻ ജീവിക്കും? എവിടെ താമസിക്കും? അവൾ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു. സമയം പോകുന്നത് സീമ അറിയുന്നുണ്ടായിരുന്നില്ല. മോളെ, നീ എന്താണ് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത്? നോക്കിയപ്പോൾ ഒരു വൃദ്ധ അവളുടെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ലളിതമായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണുകളിൽ ഒരു ദയ ഉണ്ടായിരുന്നു. സീമ ആ സ്ത്രീയുടെ തോളിൽ തലചായ്ച്ചു പൊട്ടിക്കരഞ്ഞു. അവരുടെ പേര് ലീലാബായി എന്നായിരുന്നു. അടുത്തുള്ള ഒരു തയ്യൽ കടയിൽ ജോലി ചെയ്യുന്നു. ഒന്നും ചോദിക്കാതെ ലീലാബായി സീമയെ കെട്ടിപ്പിടിച്ചു തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി മാറാനുള്ള വസ്ത്രം കൊടുത്തു, ആഹാരം കൊടുത്തു. വളരെ സ്നേഹത്തോടെ അവളുടെ കഥകൾ കേട്ടു. സീമ എല്ലാം തുറന്നു പറഞ്ഞു. ഭർത്താവിൻ്റെ പീഡനത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും പുറത്താക്കിയതും എല്ലാം ലളിതാബായി എല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് സീമയുടെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ജീവിതത്തിൽ പലതവണ ഇതുപോലെ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അപരിചിതരാകും. ചിലപ്പോൾ അപരിചിതർ നല്ല ആൾക്കാരാകും. ഇനി നീ കരയരുത്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നാളെയെക്കുറിച്ച് ചിന്തിക്കൂ. അതിന് ആദ്യം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. ഒന്നിനും മറ്റുള്ളവരെ ആശ്രയിക്കരുത്. ഞാൻ നിനക്ക് തയ്യൽ പഠിപ്പിച്ചു തരാം. വർഷങ്ങൾക്ക് ശേഷം അന്ന് രാത്രി സീമ ഭയമില്ലാതെ ഒരു അപരിചിതയാണെന്ന് പോലും ഓർമ്മിക്കാതെ ആ കുടിലിൽ കിടന്ന് സുഖമായി ഉറങ്ങി. അടുത്ത കുറച്ച് മാസങ്ങൾ സീമയ്ക്ക് കഠിന പ്രയത്നത്തിൻ്റെ നാളുകളായിരുന്നു. ആദ്യമൊക്കെ തയ്യൽ ജോലി അവൾക്ക് വളരെ നാണക്കേടായിട്ട് തോന്നിയിരുന്നു. വിദ്യാസമ്പന്നയും നല്ല കുടുംബത്തിൽ പിറന്നവളുമായ തനിക്ക് മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ തുന്നുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരുന്നു. പിന്നീട് അവൾക്ക് ഏതൊരു ജോലിക്കും അത് ചെറുതോ വലുതോ അല്ലെന്നും അധ്വാനിച്ച് സമ്പാദിക്കുന്ന പണത്തേക്കാൾ പവിത്രമായ മറ്റൊന്നും തന്നെ ഈ ലോകത്തിലില്ലെന്നും ലീലാബായി അവളെ പഠിപ്പിച്ചു. ക്രമേണ സീമയ്ക്ക് അവളുടെ വേദനകൾ പ്രചോദനമായി തീർന്നു. വസ്ത്രങ്ങൾ തുന്നുന്നതിനിടയിൽ അവൾ നിർത്തിവച്ചിരുന്ന തൻ്റെ പഠനം രാത്രികാലങ്ങളിൽ തുടർന്നു. ബാങ്ക് അക്കൗണ്ടിൽ ബാക്കിയുണ്ടായിരുന്ന പണം കൊണ്ട് അവൾ ഒരു പഴയ തയ്യൽ മെഷീൻ വാങ്ങിച്ചു. ലീലാബായിയുടെ കടയുടെ ഒരു മൂലയിൽ സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് ആരംഭിച്ചു. ആരുടെയും മുന്നിൽ യാചിക്കില്ലെന്ന് അവൾ ശപഥമെടുത്തു. ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഈ കാലത്തിനുള്ളിൽ സീമ സ്വയം പര്യാപ്തയായി. നിയമത്തിൻ്റെ സഹായത്തോടെ അവൾ വിവേകിനെ കണ്ടെത്തുകയും നിയമപരമായി തന്നെ വിവാഹമോചിതയാകുകയും ചെയ്തു. അവളുടെ തയ്യൽക്കട വളരെയധികം വളർന്നതിനാൽ ആ കോളനിയിലുള്ള ചില നിർധന സ്ത്രീകളുമായി ചേർന്ന് അവൾ ഒരു സ്വയം സഹായ സംഘം രൂപീകരിച്ചു. അവർ ഒരുമിച്ച് ബൊട്ടീക്കുകളിൽ നിന്ന് ഓർഡറുകൾ എടുക്കാൻ തുടങ്ങി. സീമയുടെ കഴിവും കഠിനാധ്വാനവും ഫലം കണ്ടു. ഒരു ചെറിയ NGO അവരുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ സഹായിക്കുന്നതിനായി ഒരു പ്രോജക്റ്റിന് ധനസഹായം നൽകുകയും ചെയ്തു. ആ കോളനിയിലെ ആളുകൾക്ക് സീമ പിന്നീട് സീമ ദീദിയായി മാറി. അവിടുത്തെ ഡസൻ കണക്കിന് സ്ത്രീകളുടെ പ്രതീക്ഷയുടെ പ്രതീകമായിരുന്നു സീമ ദീദി. അങ്ങനെയിരിക്കെ സീമയുടെ ജീവിതം വീണ്ടും മാറ്റിമറിച്ച ഒരു ദിവസം വന്നു. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു വലിയ അനുമോദന ചടങ്ങ് നഗരത്തിൽ സംഘടിപ്പിച്ചു. സമൂഹത്തിലെ പ്രമുഖർ, വ്യവസായികൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സീമയുടെ മികച്ച പ്രവർത്തനത്തിന് അവരെ ആദരിച്ചു. പ്രത്യേകം ക്ഷണിച്ച വേദിയിലേക്ക് സീതയെ ആദരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ സീമ വളരെയധികം പരിഭ്രമിച്ചിരുന്നു. പക്ഷേ ലീലാബായി അവളെ പ്രോത്സാഹിപ്പിച്ചു. അന്ന് സീമ ലളിതവും എന്നാൽ മനോഹരവുമായ അവൾ തന്നെ ഉണ്ടാക്കിയ ഒരു കോട്ടൺ സാരിയായിരുന്നു ധരിച്ചിരുന്നത്. അവളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസത്തിൻ്റെ, സ്വന്തമായി ഒരു മേൽവിലാസം ഉണ്ടാക്കിയതിൻ്റെ ഒരു തിളക്കമുണ്ടായിരുന്നു. ചില വിശിഷ്ട വ്യക്തികൾ വേദിയിലുണ്ടായിരുന്നു. അവരിൽ ഒരാൾ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായിയും സാമൂഹിക പ്രവർത്തകനും ആയിരുന്നു മിസ്റ്റർ അഗർവാൾ. അദ്ദേഹം മൈക്കെടുത്ത് സീമയുടെ കഥയെക്കുറിച്ച് ഒരു ആമുഖം നൽകി. എന്നിട്ട് മൈക്ക് സീമയ്ക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ജീവിതത്തിൽ അവൾക്കുണ്ടായ അവളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ.
സീമ വിറയ്ക്കുന്ന കൈകളോടെ മൈക്കെടുത്തു. മുൻപിൽ ഒരു വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. സീമ പതുക്കെ ഒരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെ പതുക്കെ പതുക്കെ സംസാരിച്ചു തുടങ്ങി. അവൾ തൻ്റെ കഥ പറഞ്ഞു തുടങ്ങി. ഭർത്താവിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും താൻ അനുഭവിച്ച വേദനകൾ, ഒടുവിൽ തനിക്ക് കിട്ടിയ ധൈര്യം എല്ലാം അവൾ വിവരിച്ചു. സ്വന്തം ആളുകൾ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ ജീവിതം നിങ്ങൾക്ക് 2 വഴികൾ കാണിച്ചു തരും. ഒന്നുകിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോകും, അല്ലെങ്കിൽ രണ്ടാമത്തേത് നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കും. എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി. പക്ഷേ ആ ഇരുട്ടിൽ എനിക്ക് ഒരു അജ്ഞാത മാലാഖയെപ്പോലെ കണ്ടുമുട്ടിയ ആളാണ് ലീലാമ്മ. സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളണമെന്ന് എന്നെ പഠിപ്പിച്ചു. ഞാൻ ഇന്നിവിടെ നിൽക്കുവാനുള്ള കാരണം എൻ്റെ സഹോദരനാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് പറഞ്ഞിട്ട് കാണികളെ നോക്കിയപ്പോൾ മുൻനിരയിൽ തന്നെ റോഹനും മീനയും ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഒരു നാണക്കേടും അത്ഭുതം കലർന്ന ഒരു ഭാവം നിഴലിച്ചു. മീനയുടെ കമ്പനിയായിരുന്നു പരിപാടിയുടെ സ്പോൺസർ. അവർ കോർപ്പറേറ്റ് ചെയ്ത അതിഥികളായാണ് റോഹനും മീനയും അവിടെ എത്തിയത്. വേദിയിൽ ആദരിക്കപ്പെടുന്നത് കണ്ട് താൻ ഒരിക്കൽ ഉപേക്ഷിച്ച തൻ്റെ സഹോദരി സീമയാണെന്നറിയില്ലായിരുന്നു. ഹാൾ മുഴുവൻ നിശബ്ദമായി. റോഹന് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നീട് അവൻ സ്വയം സംയമനം പാലിച്ചു. അവൻ കണ്ണുകൾ അടച്ചു. വേദിയിൽ സീമ പ്രസംഗം തുടർന്നു. അന്ന് എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കിയില്ലായിരുന്നു എങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഒരു ദുർബല സ്ത്രീയാകുമായിരുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് ലഭിക്കാത്ത ശക്തി നിങ്ങളുടെ ഇടർച്ച എനിക്ക് തന്നു. നിങ്ങളുടെ ജീവിത പോരാട്ടത്തിൽ നിന്ന് തന്നെ പോരാടണം. ഇന്ന് ആ യുദ്ധത്തിൽ ഞാൻ വിജയിച്ചു. സദസ്സ് നീണ്ട കരഘോഷം മുഴക്കി. റോഹനും മീനയും ലജ്ജിച്ച് തലതാഴ്ത്തിയിരുന്നു. ചടങ്ങ് കഴിഞ്ഞപ്പോൾ സീമ പോകാൻ തുടങ്ങി. പിന്നിൽ നിന്ന് ആരോ ഓടുന്നത് പോലെ അവൾക്ക് തോന്നി. അത് റോഹനായിരുന്നു. സീമ, എന്നോട് ക്ഷമിക്കണം. വളരെ വലിയ തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്. മീനയും റോഹൻ്റെ പിന്നാലെ സീമയുടെ അടുത്തേക്ക് വന്നു. അവളുടെ തല നാണക്കേട് കൊണ്ട് കുനിഞ്ഞിരുന്നു. ചേട്ടാ, സഹോദര ബന്ധങ്ങളിൽ ക്ഷമയുടെ ആവശ്യമില്ല. അന്നത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചെങ്കിലും എന്നെ ഞാനാക്കി മാറ്റി. റോഹൻ ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് സീമയെ കെട്ടിപ്പിടിച്ചു. മീനയും അടുത്തു വന്ന്, ഞാനും നിന്നോട് ക്ഷമ ചോദിക്കുന്നു സീമ. എൻ്റെ സ്വാർത്ഥത കാരണമാണ് ഞാൻ ഒരു സഹോദരിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി. എനിക്കിപ്പോൾ വല്ലാത്ത നാണക്കേട് തോന്നുന്നു. സീമ പുഞ്ചിരിച്ചുകൊണ്ട് മീനയുടെ കൈകളിൽ പിടിച്ചു. അടുത്ത ആഴ്ച തന്നെ സീമ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി.